കുട്ടിക്കാലത്ത് കൊട്ടാരത്തിലുള്ള എല്ലാ സുഖസൗകര്യങ്ങളും ആസ്വദിച്ച് മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും സ്നേഹവാത്സല്യങ്ങൾക്കിടയിൽ സന്തോഷവതിയായി ദുശ്ശള വളർന്നു. എല്ലാവരും അവളെ വളരെയേറെ ലാളിച്ചു. അക്കാലത്ത് സിന്ധുദേശത്തെ രാജാവായിരുന്നു വൃതക്ഷത്രൻ. വളരെയേറെ വ്രതങ്ങളുടെയും പ്രാർത്ഥനകളുടെയും ഫലമായി രാജാവിനുണ്ടായ പുത്രനാണ് ജയദ്രഥൻ. ജയദ്രഥൻ വിദ്യാഭ്യാസമെല്ലാം പൂർത്തിയാക്കി അതിശക്തനായ ഒരു യോദ്ധാവായി വളർന്നു. പിതാവ് വളരെ ചെറുപ്പത്തിലെ തന്നെ ജയദ്രഥനെ രാജാവായി വാഴിച്ചു. പാഞ്ചാലിയുടെ വിവാഹ സമയം. പാഞ്ചാലിയുടെ ഗുണഗണങ്ങളെയും അതീവ സൗന്ദര്യത്തെയും കേട്ടറിഞ്ഞ ജയദ്രഥൻ പാഞ്ചാലിയെ വിവാഹം ചെയ്യാൻ ആഗ്രഹിച്ചു. എന്നാൽ മത്സരത്തിൽ പരാജിതനായ ജയദ്രഥന് പാഞ്ചാലി ഒരു മോഹമായി മനസ്സിൽ കിടന്നു. ദുര്യോധനന്റെ സുഹൃത്തായിരുന്നു ജയദ്രഥൻ. അങ്ങനെ തങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരി ദുശ്ശളയ്ക്ക് സുഹൃത്തായ ജയദ്രഥനെ ദുര്യോധനൻ വിവാഹമാലോചിച്ചു. താമസിയാതെ ദുശ്ശളയും ജയദ്രഥനുമായുള്ള വിവാഹം നടക്കുന്നു. വിവാഹം കഴിഞ്ഞ് ദുശ്ശള സൈന്ധവദേശത്തെത്തുന്നു. കൊട്ടാരത്തിലെ സുഖസൗകര്യങ്ങളും മാതാപിതാക്കളുടെയും സഹോദരന്മാരുടെയും സ്നേഹവാത്സല്യങ്ങളും അനുഭവിച്ചു വളർന്ന ദുശ്ശള സൈന്ധവ രാജകൊട്ടാരത്തിൽ വല്ലാതെ ഒറ്റപ്പെട്ടു പോകുന്നു. ജയദ്രഥന് സ്ത്രീകൾ ഒരു ദൗർബല്യമായിരുന്നു. അവരുടെ വിവാഹ ജീവിതം സന്തോഷകരമായിരുന്നില്ല. ജയദ്രഥൻ ദുശ്ശളയ്ക്ക് അനുയോജ്യനായ ഒരു ഭർത്താവായിരുന്നില്ല. മറ്റേതൊരു സ്ത്രീകളെപ്പോലെയായിരുന്നു ജയദ്രഥന് രാജ്ഞിയായ ദുശ്ശളയും. എല്ലാവിധ സുഖസൗകര്യങ്ങൾക്കും സ്നേഹവാത്സല്യങ്ങൾക്കുമിടയിൽ വളർന്ന ദുശ്ശളയുടെ ജീവിതം വിവാഹാനന്തരം കഷ്ടതകൾ നിറഞ്ഞതായിരുന്നു.